ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ പ്രണയം പാസ്റ്റിൽ എങ്ങനെയായിരുന്നു, പ്രസൻറ്റ് ഫ്യൂച്ചർ എങ്ങനെയായി തീരും. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണ്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. പാസ്റ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു? ഓക്കെ, നിയർ പാസ്റ്റാണ് ഇവിടെ കാണിക്കുന്നത്. വളരെ പെയിൻ ആൻസൈറ്റിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിരുന്നത്. ഓക്കെ, ഈ അടുത്ത സമയത്തായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെയിൻ സിറ്റുവേഷൻ ആയിരുന്നു. നിങ്ങൾക്ക് ഉറക്കം പോലും ഇല്ലാത്ത ദിവസങ്ങളായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഒരു ഡാർക്ക് എനർജി തന്നെ ആയിരുന്നു. നിങ്ങൾക്ക് ഭാഗ്യം നഷ്ടപ്പെട്ടു പോയോ എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു നിമിഷങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിരുന്നത്. അനങ്ങാൻ പോലും വയ്യാതെ നെഗറ്റീവ് തോട്ടുകളാലും നിങ്ങൾ വളരെ വേദനിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു റൂമിനകത്ത് തന്നെ അടഞ്ഞിരിക്കുക, അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരു സന്തോഷവും ഇല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുക, എപ്പോഴും ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ളതായിരുന്നു നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായത്. ആൻസൈറ്റി ഡിപ്രഷൻ എന്ന് പറയുമ്പം രോഗത്തിന് വേണ്ടിയിട്ട് തലവേദനയ്ക്കോ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾക്കോ നിങ്ങൾക്ക് ടാബ്ലറ്റ് വരെ കഴിക്കേണ്ടി വന്നിരുന്ന അവസ്ഥകൾ, അല്ലെങ്കിൽ ഉറങ്ങാൻ സാധിക്കാതെ ഉറക്ക ഗുളികയെ ആശ്രയിച്ച് നിങ്ങൾക്ക് ഉറങ്ങേണ്ടി വന്ന നിമിഷങ്ങൾ പോലും നിങ്ങൾക്കുണ്ടായതായി കാണുന്നു. പ്രസന്റിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് ആണ്. ഓക്കെ, മനസ്സിനെ ഇപ്പോഴും നിയന്ത്രിക്കുവാൻ സാധിക്കുന്നില്ല. എന്താണ് വേണ്ടത്, എന്താണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് അറിയാത്ത നിങ്ങൾ കോൺഫ്ലിക്റ്റിലൂടെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോകുവാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ചില ആസ്ട്രോളജി പോലെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടന്നു പോയിരിക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ കേസ്, ചില വ്യക്തികൾ, എല്ലാവർക്കുമല്ല, ചില വ്യക്തികൾക്ക് കേസ് വഴക്കുകൾ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ ചില വ്യക്തികൾ ഇഗ്നോർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഫ്യൂച്ചറിൽ എന്തായി തീരും? കിങ് ഓഫ് കപ്പ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു ഉയർച്ച നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നുണ്ട്. കിങ് ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. എത്രയൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റീയൂണിയൻ, ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. 4 ഓഫ് വാണ്ടിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു പ്രതികൂല സാഹചര്യങ്ങൾ പാസ്റ്റിലും പ്രസന്റിലും മാത്രമാണ് ഇപ്പോൾ ഇത് കാണുന്നത്. പക്ഷേ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ലൊരു അനുഗ്രഹം, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു ഉയർച്ച, നിങ്ങൾക്ക് എന്തായാലും സന്തോഷം ഉണ്ടാകുന്നുണ്ട്. ഒക്കെ, നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നല്ല ദിവസങ്ങൾ